മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന ജനേഷച്ച, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, തലഞ്ഞി ഇടവകയാകുന്ന വലിയ കുടുംബം, ആ കുടുംബത്തിന്റെ നാഥയും മധ്യസ്ഥയുമായ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ ആഘോഷങ്ങളിലായിരിക്കുന്ന സ്വർഗീയമായ നിമിഷങ്ങൾ, തിരുനാൾ ആഘോഷത്തിന്റെ സമാപന ദിവസത്തില് നമ്മളെല്ലാവരും ആയിരിക്കുകയാണ്. ഈ നല്ല ദിനത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവം ഓരോരുത്തർക്കും നേരുകയാണ്. തലഞ്ഞി ഇടവക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അമ്മ ഒരു വികാരമാണ്, പൗരോഹിത്യം ഒരു വികാരമാണ്, ഇടവക ദേവാലയം അത് ഒരു വികാരമാണ്. ആ വികാരം മറ്റൊന്നുമല്ല, സ്വന്തമെന്ന ഒരു വികാരമാണ്. ഇടവക ദേവാലയം സ്വന്തമെന്ന വികാരത്തോടെ ജീവിക്കുന്ന അനേകം കുടുംബങ്ങളുള്ള ഒരു ഇടവക സമൂഹം. പുരോഹിതരും സമർപ്പിതരും സ്വന്തമെന്ന വികാരത്തോടെ അവരെ നോക്കിക്കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന, അതിൻ്റെ ഫലമനുഭവിക്കുന്ന ഒരു ദേശം. ഈ ഒരു വലിയ അഭിമാനം നിങ്ങളെക്കുറിച്ച് മനസ്സിൽ ഞാൻ കരുതുകയാണ്. ഒപ്പം ആത്മാർത്ഥമായി നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജനേഷച്ചൻ തിരുനാളിന് ഒരു ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനെ കുറിച്ച് ആവശ്യപ്പെട്ടപ്പോൾ ഒത്തിരിയേറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഞാൻ വരാമെന്ന് സമ്മതിക്കുക. കാരണം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന അനുഗ്രഹത്തിന്റെ നാളുകൾ അത് തീർച്ചയായും വലിയ സന്തോഷത്തിന്റെ നന്മയുടെ നിറവെല്ലാം അനുഭവിച്ച നാളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ബലി അർപ്പിക്കുക. എല്ലാ ബലിയും അങ്ങനെയാണെങ്കിലും അല്പം കൂടി സന്തോഷം നിങ്ങളുടെ ഇടയിലായിരിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി ഈ ബലി അർപ്പിക്കുകയാണ്. അപ്പോൾ ഈ ദേശത്തിന്റെ ഒരു വികാരമാണ് അമ്മയെന്ന് ഞാൻ പറഞ്ഞു. ഈ ദേശത്തിന്റെ ഒരു വികാരമാണ് പൗരോഹിത്യം, സന്യാസം, കുടുംബജീവിതം എന്ന് പറഞ്ഞു. അതിന് കാരണം മറ്റൊന്നുമല്ല, പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ കൃപാസമൃദ്ധിയിൽ ഈ ദേശം ഏറെ അനുഗ്രഹീതമാണ് എന്നുള്ളത് തന്നെയാണ്. ഇപ്രകാരം ഒരമ്മയിലുള്ള ഭദ്രതയോടെ ജീവിക്കുന്ന ഒരു ജനം, ഒരമ്മയിലുള്ള ഭദ്രതയോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിലപ്പുറം വലിയ ഭാഗ്യമൊന്നും നമുക്ക് ആർക്കും ലഭിക്കാനില്ല. കാരണം ആ അമ്മയിലുള്ള ഭദ്രത എന്ന് പറയുന്നത് അത് തന്റെ പൊന്നോമന പുത്രനിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിത്തരുവാനുള്ള ഏറ്റവും നല്ല ഉപാധികളിൽ ഒന്നാണ് എന്നതുകൊണ്ട് തന്നെ സ്നേഹമുള്ളവരെ, നമ്മൾ തിരുനാളെല്ലാം വളരെ ഭംഗിയായി നിങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുകയാണ്. പള്ളിയുടെ പരിസരവും മുഖവാരവും അതുപോലെ നിങ്ങളുടെ ഇന്നലത്തെ പ്രദക്ഷിണവും ഒക്കെ ഞാൻ ഇവിടെ നിന്ന് ദർശിച്ചു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഏറെ ശ്രദ്ധയോടെ ഭംഗിയായി ക്രമീകരിക്കുന്ന ഒരു സമൂഹം. അതിന് നേതൃത്വം നൽകുന്ന വികാരച്ചനുണ്ട്, സമർപ്പിതരുണ്ട്, കൈക്കാരന്മാരുണ്ട്, ഭക്തസംഘടനാ പ്രവർത്തകരുണ്ട്, മതാധ്യാപകരുണ്ട്, ഗായക സംഘമുണ്ട്, അൾത്താര സംഘമുണ്ട്. അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഇടവക സമൂഹം. അപ്പോൾ ഒരു സ്വർഗത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്ന തിരുനാൾ ആഘോഷങ്ങളിലാണ് നമ്മൾ പങ്കാളികളാകും. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ഈ നന്മയും സ്നേഹവും കൂട്ടായ്മയും ഒക്കെ അത് കൂടുതൽ കൂടുതൽ പ്രജ്വലിപ്പിക്കുവാൻ, അതിനെ ആഴപ്പെടുത്തുവാനായിട്ട് ഈ തിരുനാൾ ആഘോഷമൊക്കെ നമുക്ക് കാരണമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും നന്ദിയോടുകൂടി അനുസ്മരിക്കുന്നു, അഭിനന്ദനങ്ങൾ നേരുന്നു, അഭിമാനത്തോടെ സ്മരിക്കുന്നു. തിരുനാളുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓരോ തിരുനാളും ആഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റുവാനുള്ള ഒരവസരമാണ്. ആഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റുവാനുള്ള അവസരമാണ് നമ്മുടെ തിരുനാളുകൾ. നമുക്ക് എല്ലാവർക്കും ഒത്തിരിയേറെ ആഗ്രഹങ്ങളുണ്ട്. ഭൗതികമായ മേഖലയിലെ ആഗ്രഹങ്ങളുണ്ട്, ആധ്യാത്മികമായ മേഖലയിലെ ആഗ്രഹങ്ങളുണ്ട്. ഇപ്രകാരമുള്ള ആഗ്രഹങ്ങളോടുകൂടിയാണ് ഇവിടെ ആയിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഇവിടെ ആയിരിക്കുക എന്ന് അച്ഛനറിയാം.
അപ്പോൾ ഇത്രമാത്രം ആഗ്രഹങ്ങളോടെ നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഈ ആഗ്രഹങ്ങളെല്ലാം തീർച്ചയായും നമുക്ക് അനുഗ്രഹങ്ങളായിട്ട് മാറണം. അവിടെയാണ് നമ്മുടെ തിരുനാൾ ആഘോഷത്തിന് പ്രസക്തിയുള്ളത്, അത് അർത്ഥസമ്പുഷ്ടമായി മാറുന്നത്. അപ്പോൾ ഈ ആഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റുവാൻ ഓരോ തിരുനാളിനും 4 തലങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളോടൊപ്പമായിരുന്ന 3 വർഷത്തിലും തുടർന്നുമൊക്കെ ജപമാലയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയെ കുറിച്ച് ധാരാളം ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു ചിന്തയോ പുതിയോ അറിവോ പകരുക എന്നുള്ളൊരു അർത്ഥത്തോടുകൂടി ഒരു ചിന്തയോടുകൂടിയല്ല ഞാൻ നിൽക്കുന്നത്. അതിനുവേണ്ടിയല്ല നിങ്ങൾ എന്നെ ക്ഷണിച്ചതെന്നും എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ തിരുനാളിനും 4 തലങ്ങളാണുള്ളത്: അനുസ്മരിക്കുക, ആഘോഷിക്കുക, അനുകരിക്കുക, അനുഗ്രഹീതരായി മാറുക. അപ്പോൾ നമ്മൾ ഒത്തിരി പേരെ അനുസ്മരിക്കുവാനായിട്ടുണ്ട്. കഴിഞ്ഞ തിരുനാൾ മുതൽ ഇന്നോളം നമ്മളെ വഴി നടത്തിയ കൈപിടിച്ച ദൈവത്തെ നമ്മൾ നന്ദിയോടുകൂടി അനുസ്മരിക്കണം. അതിന് കാരണക്കാരായി തീർന്ന അനേകം വ്യക്തികളുണ്ട്. അവരെയൊക്കെ നമ്മൾ നന്ദിയോടെ അനുസ്മരിക്കുമ്പോൾ അതെല്ലാം ഉപരി നന്മയ്ക്ക് കാരണമായി മാറുകയാണ്. അപ്പോൾ അനുസ്മരണത്തിന്റെ ഒരു തലമുണ്ട്, വീണ്ടും ആഘോഷത്തിന്റെ ഒരു തലമുണ്ട്. അത് ഭൗതികമായ ആഘോഷങ്ങളുണ്ട്. തീർച്ചയായും മനുഷ്യ നിലയിൽ നമുക്ക് ഭൗതികമായിട്ടുള്ള ഇപ്രകാരമുള്ള ആഘോഷങ്ങൾ ഒരു പരിധിവരെ ആവശ്യമാണ്. അതോടൊപ്പം ഈ തിരുനാളിന്റെ ഏറ്റവും മനോഹരമായ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് അത് ഈ അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലി തന്നെയാണ്. ഈ അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയാണ് ഓരോ തിരുനാളിന്റെയും ഏറ്റവും വലിയ ആഘോഷമെന്ന് തിരിച്ചറിയുന്ന ഒരു ദൈവജനത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ ഒത്തിരിയേറെ, വീണ്ടും ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ്, അഭിമാനം മനസ്സിലുണ്ട്. കാരണം തിരുനാളുകളെ കുറിച്ചുള്ള നമ്മുടെ വികലമായ സങ്കല്പങ്ങളുണ്ട്. അത് പല സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ അരഞ്ഞുതിരിഞ്ഞ് നടക്കുവാനുള്ള ഒരു ചിന്തയൊക്കെയാണ്. പക്ഷേ ഇവിടെ കണ്ടു, നമ്മൾ ആരും അപ്രകാരം ഒരു ചിന്തയിലില്ല. എല്ലാവരും ദേവാലയത്തിലും പരിസരത്തുമൊക്കെ ഈ ഒരു വികാരത്തോടുകൂടെ, ഈ ഒരു ചിന്തയോടുകൂടെ ചേർന്ന് നിൽക്കുകയാണ്. അവിടെ ഇത് ഏറ്റവും വലിയ ആഘോഷമാണ്. ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷമാണ് വിശുദ്ധ ബലിയർപ്പണമെന്ന് തിരിച്ചറിയുന്ന ജനമാണ് അനുഗ്രഹം ഏറ്റുവാങ്ങുന്നത്. അവിടെയാണ് ആഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളായി മാറുന്നത് എന്നുള്ളതാണ്. ഇനി 3-ാമത്തെ തലം മറ്റൊന്നുമല്ല, അത് അനുസ്മരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അനുസ്മരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയെ അനുസ്മരിക്കുന്നു, മറ്റു വിശുദ്ധരെ അനുസ്മരിക്കുന്നു. ഇവരൊക്കെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ അവരുടെ മാധ്യസ്ഥ തേടി പ്രാർത്ഥിക്കുകയാണ്. 4-ാമത്തെ തലം, വീണ്ടും നമ്മൾ അടുത്ത തലത്തിലേക്ക് വരുമ്പോൾ അവരെ അനുകരിക്കുക എന്നുള്ള തലത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അനുകരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അമ്മയിലുണ്ടായിരുന്ന ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ, ജീവിതത്തിലെ നന്മകൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വാംശീകരിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് തന്നെയാണ്. അവിടെ അത് ആഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളായി മാറുവാനായിട്ട് ഇടയാവുകയാണ്. അപ്പോൾ ഇവിടെ 4-ാമത്തെ തലത്തിന്റെ പൂർണ്ണതയാണ് നമ്മൾ കാണുന്നത്. അവിടെ അനുഗ്രഹം നമുക്ക് ഉറപ്പ് ആവുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്കറിയാം, നമ്മളെല്ലാവരെയും അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ചിന്തിക്കൊണ്ട് നമ്മളെ സ്നേഹിച്ച നമ്മുടെ ദൈവപുത്രൻ യേശുനാഥൻ ഇത്രമാത്രം സ്നേഹം നമ്മോട് കാണിച്ചിട്ടും മതിവരാതെ കുരിശിൻ ചുവട്ടിലേക്ക് നോക്കിയപ്പോൾ തന്റെ അമ്മയെ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അമ്മയെ കണ്ട നിമിഷത്തിൽ ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനെ നോക്കി പറഞ്ഞുകൊണ്ട് ലോകത്തിന് മുഴുവനും എനിക്കും നിങ്ങൾക്കുമായി സ്വന്തം അമ്മയെ കുരിശിൽ കടന്നുകൊണ്ട് യേശുനാഥൻ നമുക്ക് നൽകുകയാണ്. വീണ്ടും അമ്മയെ നോക്കി ഇതാ നിന്റെ മകൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും അമ്മയുടെ മക്കളായി അവിടുന്ന് മാറ്റുകയാണ്. അപ്പോൾ ഇത്രമാത്രം സ്നേഹം കാണിക്കുന്ന ഒരു ദൈവത്തിന്റെ പുത്രൻ യേശുനാഥൻ, അപ്പോൾ ഈ അമ്മയെ നമുക്ക് തന്റെ കുരിശിൻ ചുവട്ടിൽ നിന്ന് വെച്ചുകൊണ്ട് കുരിശിൽ കിടന്നുകൊണ്ട് നമുക്ക് നൽകുമ്പോൾ ആ അമ്മയിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അത് ഒത്തിരിയേറെ അനുഗ്രഹത്തിനും നന്മകൾക്കുമൊക്കെ കാരണമായി മാറുന്നു എന്നുള്ളതാണ്. ഇനി പരിശുദ്ധ അമ്മയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അമ്മയുടെ ജീവിതം ഒരു നഴ്സറി സ്കൂളായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ ചിത്രീകരിക്കാം. നമുക്കറിയാം, നഴ്സറി സ്കൂളിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുന്നത് ജീവിതത്തിന്റെ ബാലപാഠങ്ങൾ, അറിവിന്റെ ബാലപാഠങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് അവർ ഉന്നതിയിലേക്ക് കുതിച്ചുയരുവാൻ വേണ്ടിയാണ് ഓരോ മാതാപിതാക്കളും ഏറെ സ്നേഹത്തോടെ താല്പര്യത്തോടെ കുഞ്ഞുങ്ങളെ നഴ്സറിയിലേക്ക് പറഞ്ഞു വിടുന്നത്. പരിശുദ്ധ അമ്മയാകുന്ന നഴ്സറിയിൽ എനിക്കും നിങ്ങൾക്കും അവിടെ ഇടം ലഭിക്കുമ്പോൾ ജീവിത യാഥാർത്ഥ്യങ്ങളെ എപ്രകാരമാണ് നോക്കി കാണേണ്ടത് എന്നാണ് അമ്മ നമ്മെ പഠിപ്പിക്കുന്നത്. ജീവിത യാഥാർത്ഥ്യങ്ങളെ എപ്രകാരം നോക്കി കാണണമെന്ന് അമ്മയാകുന്ന മനോഹരമായ നഴ്സറി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടു, യേശുവിന്റെ ജനനത്തെ കുറിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് നമ്മൾ വചനഭാഗത്ത് കണ്ടത്. അവിടെ ദൂതൻ പറയുന്നുണ്ട്,
ദൂതൻ അവിടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവഗർഭം നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അമ്മ 3-4 തലങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒന്നാമതായി നമ്മൾ കാണുന്നു, അവൾ അസ്വസ്ഥയായി. വീണ്ടും അവൾ ചിന്തിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ അസ്വസ്ഥയാവുകയും ചിന്തിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന അടുത്തൊരു തലമുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുമെന്നും ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ് എന്നും നമ്മളും ജീവിതത്തിന്റെ കനൽ വഴികളിൽ ഇപ്രകാരം ചിന്തിക്കുന്നവരാണ് ഞാനും നിങ്ങളുമല്ല. എത്രയോ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും, ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ് എന്ന്. അപ്പോൾ അവിടെയാണ് അമ്മയാകുന്ന നഴ്സറിയിൽ നമുക്ക് ജീവിത യാഥാർത്ഥ്യങ്ങൾ നോക്കിക്കാണുവാനുള്ള ഒരു വലിയ പാഠം നമുക്ക് അമ്മ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അപ്പോൾ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് വിശ്വസിച്ച് ഏറ്റുപറയുന്ന അമ്മ ആ ഉറപ്പോടെ ഏറ്റുപറയുകയാണ്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അസ്വസ്ഥയാകുന്നു, അർത്ഥമെന്തെന്ന് മനസ്സിലാകുന്നില്ല, ചിന്തിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും. അവസാനം അമ്മ കണ്ടെത്തുന്നത് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ള ആ ഒരു ചിന്തയാണ്. അപ്പോൾ അതിന് കാരണം മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവിന്റെ നിറവ് ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ അതിന് ശക്തി ലഭിക്കും, അല്ലെങ്കിൽ ശക്തനായവനാണ് എന്ന് അമ്മ തിരിച്ചറിയുകയാണ്. അന്നും ഇന്നും എന്നും ഈ ഒരു ചിന്തയാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായി മാറേണ്ടത്. മാറുന്നതും അത് തന്നെയാണ് സ്നേഹമുള്ളവരെ. അപ്പോൾ ഇപ്രകാരം ഈ ഒരു ചിന്തയോടുകൂടെ പരിശുദ്ധി അമ്മ തന്റെ ജീവിതത്തെ സമർപ്പിച്ചപ്പോ നസ്രത്ത് ദൈവിക പരിപാലനയുടെ ഒരു ഇടമായി മാറുന്നതായി നമ്മൾ കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും പോരായ്മകളും ദുരിതങ്ങളും നൊമ്പരങ്ങളും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും ഒക്കെ അവശേഷിക്കുമ്പോഴും ഇപ്രകാരം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ള ആഴമേറിയ വിശ്വാസവും ബോധ്യവും ഉറപ്പും ജീവിതത്തോട് ചേർത്ത് വെക്കുമ്പോ, ദൈവത്തിന്റെ മുമ്പിൽ ഇതാ കർത്താവിന്റെ ദാസൻ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റുപറയുമ്പോ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ദൈവീക പരിപാലനയുടെ ഇടങ്ങളായി മാറുമെന്നതിന് ഒരു സംശയവുമില്ല. നസ്രത്ത് അതിനു മുമ്പ് എപ്രകാരമായിരുന്നു നമുക്കറിയാം, അതിനുശേഷം എപ്രകാരമായിരുന്നു നസ്രത്ത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവിക പരിപാലനയുടെ ഇടങ്ങളായി നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സമൂഹവും ദേവാലയമൊക്കെ മാറുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോഴാണ് ആഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളായി മാറുന്നത്. വീണ്ടും അമ്മയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുവാനുള്ള മാർഗം അപരനെ സ്നേഹിക്കുകയും അവന്റെ വേദനയിൽ അവനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്ന്. ഈ ഒരു കാര്യത്തിലും തലഞ്ഞി ഇടവക സമൂഹത്തെ കുറിച്ച് എനിക്ക് ഏറെ അഭിമാനമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അപരന്റെ ദുഃഖവും വേദനയും കാണുക എന്നുള്ള, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി അവനോട് ചേർന്ന് നിൽക്കുക എന്നുള്ള വികാരമാണ്, ചിന്തയാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ധാരാളം കുടുംബങ്ങളുള്ള ഒരു സമൂഹമാണ് തലഞ്ഞി ഇടവക സമൂഹം. അപ്പോൾ ഈ ഒരു ശൈലി അത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ശൈലിയാണ്. എലീശ പുണ്യവതിയെ ദർശിക്കുവാനായിട്ട് അമ്മ പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ്, ദൈവത്തെ സ്നേഹിക്കുവാനുള്ള ഒരു മാർഗം അപരന്റെ ആവശ്യം കണ്ടറിഞ്ഞ് അവനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തോട് നമുക്ക് കൂടുതൽ ആഴപ്പെടുത്താം. ഇനി അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവിടെ ബത്ലഹേമുണ്ട്, കാൽവരി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈശോ ജനിച്ചപ്പോൾ അമ്മയുടെ മടിയിൽ അമ്മ ഇടം നൽകി. ഈശോ കാൽവരിയിൽ മരിക്കുമ്പോഴും നമ്മൾ കാണുന്നുണ്ട് അവസാനം അമ്മയുടെ മടിയിൽ ഈശോയുടെ തിരുശരീരം കിടത്തുന്നതായിട്ട്. അപ്പോൾ ജനിച്ചപ്പോഴും മരിച്ചപ്പോഴും ജീവിതത്തിന്റെ എല്ലാ നിമിഷവും ഈശോയോട് കൂടെ നിന്ന ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും സുഖദുഃഖങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ, അത് സന്തോഷമുണ്ടാകുമ്പോൾ മാത്രമല്ല, ദുഃഖമുണ്ടാകുമ്പോഴും ഇപ്പോൾ ഇപ്രകാരം ഈശോയോട് കൂടെ നിൽക്കുവാനുള്ള ഒരു വലിയ ചിന്തയും ഉൾക്കാഴ്ചയും പ്രേരണയും നമുക്കുണ്ടാകുമ്പോൾ അത് ദൈവികമായ പരിപാലന ഇടമായി നമ്മൾ മാറുന്നു. അത് മാത്രമല്ല, ആഗ്രഹങ്ങളെയെല്ലാം അനുഗ്രഹമാക്കി മാറ്റുവാനുള്ള അവസരമായി മാറുകയുമാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, യോസേപ്പ് പിതാവും മാതാവും നഷ്ടപ്പെട്ട മകനെ തിരയുന്നത് ദേവാലയത്തിലാണ്. അവിടെയാണ് യേശുവിനെ അവർക്ക് കണ്ടെത്തുവാനായിട്ട് സാധിച്ചത്.
നമ്മുടെ ജീവിതങ്ങളിൽ അമ്മ നൽകുന്ന ഒരു മാതൃക ഇതാണ്. ജീവിതത്തിൽ എവിടെയെങ്കിലും നിനക്ക് യേശു സാന്നിധ്യം നഷ്ടപ്പെട്ടുവോ, അല്ലെങ്കിൽ ജീവിതത്തിന്റെ നന്മ നഷ്ടപ്പെട്ടുവോ, വിശുദ്ധി നഷ്ടപ്പെട്ടുവോ, നീ ദേവാലയത്തിൽ കൂദാശകളിൽ ഇവ വീണ്ടെടുക്കുവാൻ, തിരിച്ചെടുക്കുവാനുള്ള അവസരത്തിനായി നീ കടന്നു വരണമെന്നും, ദേവാലയത്തിൽ നീ നഷ്ടപ്പെട്ട ഇപ്രകാരമുള്ള നന്മയും സ്നേഹവും വിശ്വാസവും വിശുദ്ധിയും നീ കണ്ടെത്തുവാനായിട്ട് പരിശ്രമിക്കണമെന്നുമുള്ള മനോഹരമായ ചിന്തയാണ്. സ്നേഹമുള്ളവരെ, അമ്മയുടെ ജീവിതം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റുവാനുള്ള ധാരാളം വഴികളാണ്. ഇനി വീണ്ടും അമ്മയുടെ ജീവിതത്തിന്റെ മരിയൻ സന്ദേശം എന്ന് പറയുന്നത് നമുക്കറിയാം. അത് മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ. ഇതാണ് അമ്മയുടെ ജീവിതത്തിലെ സന്ദേശം. മരിയൻ സന്ദേശം എന്ന് പറയുന്നത് ഇതാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതാണ്. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ വാക്ക് പോലെ നിന്റെ വാക്ക് എന്നിൽ സംഭവിക്കട്ടെ. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അവൻ പറയുന്നത് പോലെ, അവൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ വചനമാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനം നൽകുന്ന വലിയ വാഗ്ദാനത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തിത്വയാണ് പരിശുദ്ധ അമ്മയില് നമ്മൾ കാണുന്നത്. നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. വിശുദ്ധഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ഒരു മരിയൻ സന്ദേശം, അല്ലെങ്കിൽ നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് വിശ്വസിച്ച അപ്രകാരം പ്രവർത്തിച്ച എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. കുഷ്ഠരോഗികൾ സൗഖ്യമാക്കപ്പെടുന്നത് അവന്റെ വാക്ക് കേട്ട് ദേവാലയത്തിലേക്ക് അവർ പോകുമ്പോഴാണ്. അന്ധയാചകന് സൗഖ്യം ലഭിക്കുന്നത് അവന്റെ വാക്ക് കേട്ട് സിലോഹായിൽ പോയി കഴുകുമ്പോഴാണ് അന്ധയാചകന് സൗഖ്യം ലഭിക്കുന്നത്. നമ്മൾ കാണുന്നു, കാനായിലെ കല്യാണ വിരുന്നിൽ അവന്റെ വാക്ക് കേട്ട് അവർ കൽഭരണികളിൽ വെള്ളം നിറച്ചപ്പോൾ അത് അത്ഭുതത്തിന് കാരണമായി മാറുന്നു. വീണ്ടും പാപിനിയായ സ്ത്രീ അവന്റെ വാക്ക് കേട്ട് ജീവിച്ചപ്പോൾ അവൾ വിശുദ്ധിയായി മാറുകയാണ്. വീണ്ടും 5 അപ്പവും 2 മീനും അവന്റെ വാക്ക് കേട്ട് അവരത് പങ്കുവെച്ചപ്പോ പുൽത്തകടി വിരുന്ന് മേശയായി മാറുന്നതായി നമ്മൾ കാണുന്നു. വീണ്ടും അത്ഭുതകരമായ മീൻപിടുത്തം. ശിശു സമൂഹം കടൽ മീൻ പിടിക്കുമ്പോൾ അവന്റെ വാക്ക് കേട്ട് വലതുവശത്ത് വലയിറക്കിയപ്പോൾ അവിടെ അത്ഭുതം സംഭവിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഇപ്രകാരം സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എവിടെയെല്ലാം ആരെല്ലാം അവന്റെ വാക്ക്, ദൈവവചനത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചു, അവിടെയൊക്കെ നന്മയുണ്ടാകുന്നതായി നമ്മൾ കാണുകയാണ്. ഇപ്രകാരം ഈ ചിന്തകൾ നമ്മുടെ മനസ്സോട് നമുക്ക് ചേർക്കാം. നമ്മൾ ഏറെ ഭക്തിയോടെ ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുകയും തിരുനാൾ പങ്കാളികളാവുകയും ചെയ്യുമ്പോൾ വിശുദ്ധ ബെർനാദ് പുണ്യവാളൻ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നൽകുന്ന ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തോട് ചേർത്തുകൊണ്ട് ഈ വചനവിചിന്തനം അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. മറിയത്തെ അനുഗമിച്ചാൽ നമുക്ക് വഴിതെറ്റുകയില്ല. അവളുടെ സഹായം യാചിക്കുമ്പോൾ നീ ഒരിക്കലും നിരാശനാവുകയില്ല. അവളെ പറ്റി ചിന്തിച്ചാൽ നിനക്ക് തെറ്റുപറ്റുകയില്ല. നമ്മുടെ മനസ്സിൽ ഇത് ആഴത്തിൽ പതിയട്ടെ. അനുഗമിച്ചാൽ വഴിതെറ്റില്ല, സഹായം യാചിച്ചാൽ നിരാശരാവില്ല, ചിന്തിച്ചാൽ അവളെക്കുറിച്ച്, അമ്മയെക്കുറിച്ച് ചിന്തിച്ചാൽ തെറ്റുപറ്റുകയില്ല. വഴിതെറ്റാത്ത, നിരാശരാവാത്ത, തെറ്റുകൾ പറ്റാത്ത ഒരു ജീവിതത്തിന്റെ ഉടമകളായി നമുക്ക് ഓരോരുത്തർക്കും മാറുവാനുള്ള വലിയ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ മനസ്സിൽ നമ്മൾ കാത്തു പരിപാലിക്കുന്ന, പ്രാർത്ഥനകളായി നമ്മൾ സൂക്ഷിക്കുന്ന നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അനുഗ്രഹങ്ങളായി രൂപാന്തരപ്പെടട്ടെ എന്ന ആശംസയോടെ, ആത്മാർത്ഥമായ പ്രാർത്ഥനകളോടെ നല്ല ദൈവം കൂടെയുണ്ടാകട്ടെ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. Subscribe now and press the bell icon. Never miss an update.